ഈ കാണുന്നതാണ് മെത്തപ്പ കേട്ടാ. വെച്ചാൽ മെത്ത കണക്കിരിക്കും ഈ ഒരു സംഭവം കണ്ടില്ല. ഇങ്ങനെ ഞെക്കുമ്പോൾ നമുക്ക് ഇത് തറയിലൊക്കെ ഇട്ട് കിടന്നാൽ ഇത് മെത്ത കണക്കിരിക്കും. മെത്തപ്പ എന്നാണ് പറയുന്നത്, മെത്തപ്പ. അതിനകത്ത് കടന്നു കഴിഞ്ഞാൽ തണ്ടൽ വേദന, വാദത്തിന്റെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിട്ടുമാറും. ഇത് തുടങ്ങുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഇതിലേക്ക് കിടക്കാൻ തന്നെ ഉറക്കം നല്ല. ഇവിടെ കണ്ടില്ലേ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവര് വിലയല്ല നോക്കുന്നത്, അപ്പൊ നല്ലതാണെന്ന്. അല്ല, ഇപ്പം ക്വാളിറ്റി ഉണ്ടെങ്കിൽ വില നോക്കൂലേ. ചവിട്ടിയൊക്കെ എങ്ങനെയാണ് വില? ഇങ്ങനത്തെ ഈ നമ്മുടെ ഇപ്പം ഏറ്റവും അത്യാവശ്യം ഇതാണ് വീശറി. അത് നമ്മുടെ ഇത് നോക്കി, ഇത് എന്തോ വെച്ചാൽ ഉണ്ടാക്കിയിരിക്കുന്നത്? പന വെച്ചിട്ട്. പനയോല വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന സാധനമാണ് ഇത്. ചായക്കപ്പാണ് കേട്ടാ, ഒരു വെറൈറ്റി സാധനം. ഇത് എൻ്റെ വീട്ടിൽ ഇതേ കണക്കത്തെ ഒരു ഐറ്റം ഉണ്ട്. സംഭവം നല്ലതാണ്, അടിപൊളിയാണ്. ഇതിലൊക്കെ ചായ പൊടി ഒരു ക്ലാസിക് ലുക്കാണ്. ക്ലാസിക് ലുക്ക് കണ്ടില്ലേ? ഇത് എത്ര രൂപയാണ്? ക്ലാസിക് ലുക്ക് എന്നാണ് പറയുന്നത്, പ്ലാസ്റ്റിക് എന്നല്ല. ഇത് എത്ര 70 രൂപയാണ് കേട്ടോ. ഇടയ്ക്ക് ലുലുവിലൊക്കെ പോയപ്പോൾ ഇങ്ങനത്തെ സംഭവം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കൈ വെച്ചുണ്ടാക്കിയ നാടൻ സാധനമാണ്. 70 രൂപയുള്ളൂ. ഞാൻ ഇപ്പം നിൽക്കുന്ന ഈ ഒരു പ്ലേസാണ് പുറ്റിങ്ങൽ പാലസ്. നിങ്ങൾക്ക് പുറകിൽ കാണാൻ പറ്റും. അതിമനോഹരമായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് ഇപ്പം പുതുക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് പുറ്റിങ്ങൽ കൊട്ടാരം. പിന്നെ ഈ ഉത്സവത്തിന് നമ്മൾ മെയിനായിട്ട് വരുമ്പം ഒരു കാണാൻ പറ്റുന്ന കാഴ്ചകളെന്ന് പറയുന്നത് കുട്ടിയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഐസ്ക്രീമിനൊക്കെ വാശി പിടിക്കുക. അപ്പം അച്ഛന്മാർ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്ന രസകരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളും കൂടെ നമുക്ക് കാണാൻ പറ്റും. ഹായ്, ഐസ്ക്രീം കുടിക്കാനാ? പേരെന്തുവാണ്? പേര് പറ. ഐസ്ക്രീം കുടിച്ച് നാക്ക് കുഴങ്ങിയിരിക്കുന്നത്, അതാണ്. പേരെന്തുവാണ്? സിയ. പേര് പറഞ്ഞു. ഐസ്ക്രീം കുടിച്ച് നാക്കൊക്കെ കുഴങ്ങിൽ പേര് പറഞ്ഞു സിയ. അപ്പൊ എന്താ ബലൂൺ പിടി. അപ്പൊ നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു ഏരിയക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കുട്ടാവട്ടി അങ്ങനത്തെ നമ്മുടെ കൈകൊണ്ട് നിർമ്മിക്കുന്ന ഇങ്ങനത്തെ കുറെ നാടൻ ഐറ്റംസ് കിട്ടുന്ന ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പം പിറ്റിങ്ങലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഉത്സവത്തിന് ഇതൊക്കെ വാങ്ങാൻ വേണ്ടി മാത്രമായിട്ട് ആൾക്കാർ വരാറുണ്ട്. നമുക്ക് ഇതൊക്കെ ഒന്ന് നോക്കാം. എങ്ങനെയുണ്ട് ഇവിടെ? പേരെന്തുവാണ്? പ്രസന്ന. ഒരുപാട് വർഷമായിട്ട് വരുന്നുണ്ടോ ഇവിടെ? പണ്ട് തൊട്ടേ വരാറുണ്ട്. ഹാപ്പി തന്നെയല്ലേ? അപ്പൊ എല്ലാം കച്ചവടമായി പോട്ട് കേട്ടോ. ഇപ്പം കുട്ട വട്ടി എല്ലാം ഉണ്ടല്ലോ അല്ലേ? ഇതോ നമ്മള് ഈ വീശറിയൊക്കെ ഉണ്ട് കേട്ടോ. വേണ്ട ഇങ്ങനത്തെ ഈ നമ്മുടെ ഇപ്പം ഏറ്റവും അത്യാവശ്യം ഇതാണ് വീശറി. അത് നമ്മുടെ ഇത് നോക്കി, ഇത് എന്തോ വെച്ചാൽ ഉണ്ടാക്കിയിരിക്കുന്നത്? പന വെച്ചിട്ട്. പനയോല വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന സാധനമാണ് ഈ ഒരു വീശറി. വീശറിക്ക് എത്രയാ വില? 50 രൂപ അല്ലേ? ഓക്കെ, 50 രൂപയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനത്തെ വീശറിയൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഉത്സവത്തിന് വരുമ്പോൾ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാം. നമുക്കപ്പം അടുത്ത സെക്ഷനിലോട്ട് പോവാം. എല്ലാം ഉണ്ട്, ഉടുക്ക വരെ ഉണ്ട് കേട്ടോ. തവണ എല്ലാം സാധാരണ എല്ലാം കച്ചവടമായി പോകാറില്ലേ? സാധാരണ എല്ലാം പോവാ. ഒരാളിവിടെ നല്ല തിരക്കിലാണ്, ജോലിയിലാണ്. കണ്ടില്ലേ? ഇത് കൈവച്ചിട്ടാണ് ഈ സംഭവം എല്ലാം ഉണ്ടാകുന്നത്. അമ്മ പേരെങ്ങനെയാണ്? ശാരദ. അമ്മയുടെ പേര് ശാരദ എന്നാണ്. നല്ല ജോലിയിലാണ്, നമുക്കപ്പം ശല്യപ്പെടുത്തണ്ട. ഇവിടെയും അപ്പുറത്തെ കണക്ക് തന്നെ ഈ വട്ടി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇത് വാങ്ങാനായിട്ട് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഫൈനൽ പ്രഷർ ഇനി ഉണ്ടാകാൻ അവിടെ ഇരിപ്പുണ്ട്. അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ? എല്ലാ വർഷവും വരാറുണ്ടല്ലോ. ഇനി ഒരുപാട് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു, വർക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതൊക്കെ ഉണ്ടല്ലേ, സെറ്റ് ചെയ്യാനുണ്ടല്ലേ. ഏതായാലും കച്ചവടമൊക്കെ നല്ല രീതിക്ക് നടക്കട്ടെ കേട്ടോ ഈ വർഷം. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പായൊക്കെ ഉണ്ട് കേട്ടോ. പായും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇവിടെ അപ്പുറം ഉണ്ട്. ഈ ഒരു ഏരിയയിൽ ഫുള്ള് ഉണ്ട്. അപ്പൊ എങ്ങനെ പേരെങ്ങനെയാ അമ്മയുടെ? എന്റെ പേര് ലീല. ലീല. ഇവിടെ എല്ലാ വർഷവും വരാറുണ്ടോ കച്ചവടത്തിന്? 40 വർഷമായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മളെക്കാളും മുമ്പേ ഇവിടെ ഉത്സവം കണ്ടിട്ടുള്ള ആളാണ് ഈ ഇരിക്കുന്നത്. 40 വർഷം തൊട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്ന ആളാണ് ഈ ഇരിക്കുന്നത്. എല്ലാ ഐറ്റംസും ഉണ്ട്, എല്ലാം കച്ചവടമായി പോട്ട് കേട്ടോ. ഇത് നമ്മുടെ എന്തുവാണ് ആ പായൊക്കെ എങ്ങനെ വില? അതിന് എന്ന് വെച്ചാൽ നല്ല സാധനമാണ് ഇത്. നമ്മളെയൊക്കെ കൊച്ചിലെ ഈ സാധനത്തിലാണ് കിടക്കുന്നത്. ഈ ഒരു ചൂട് സമയത്തൊക്കെ ഇതിലൊക്കെ കിടക്കുന്നതാണ് നല്ലത്. കുട്ട ഐറ്റംസ് എല്ലാം ഉണ്ട്. ഓക്കെ എങ്കിൽ നമ്മൾ ഇനിയും വരുമ്പം ഇവിടെയും ഉണ്ട്. ഇവിടെയും കുട്ട നമ്മുടെ നേരത്തെ കണ്ട ഐറ്റംസ് ഒക്കെ തന്നെ കണ്ടില്ലേ. ഇന്നതാ കൈ വെച്ചിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസ് ആണ് കൂടുതൽ. പിന്നെ ചവിട്ടി ഉണ്ട് ഇവിടെ സ്പെഷ്യൽ ആയിട്ടില്ലേ, ചവിട്ടി.
ചവിട്ടിയൊക്കെ എങ്ങനെയാണ് വില? 200 രൂപ. എങ്ങനെയാണ് ഷെരീഫ് എന്നാണ്. ഷെരീഫ്. ഇവിടെ എത്ര വർഷം കൊണ്ട് വരുന്നു? ഞാൻ ഇവിടെ ഒരു 4 വർഷം കൊണ്ട് വരും. 4 വർഷം കൊണ്ട് വരുന്നുണ്ടല്ലേ? കച്ചവടമൊക്കെ സാധാരണ രീതിയിൽ നല്ല രീതിക്ക് നടക്കാറുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ അമ്മയടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അന്യാതെ വിടത്തുമില്ല. നമുക്ക് ഒരു വിശ്വാസമുള്ള. ഈ വർഷം ഒരുപാട് തിരക്കുള്ള ഒരു വർഷമായിരിക്കും എന്നാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ. എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് പേര് ഇപ്പം ചാനൽ തന്നെ ഒരുപാട് ചാനലുകാർ ഇങ്ങോട്ട് ഷൂട്ടിങ്ങിനായിട്ട് വരുന്നുണ്ട്. മീനഭരണിയുടെ തലേ ദിവസവും എല്ലാം ആയിട്ട്. അപ്പം അശ്വതി വിളകിന്റെ ഒന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല. സ്പെഷ്യലായിട്ട് പിന്നെ വേറെ എന്തൊക്കെ ഐറ്റം ഉണ്ട്? മെത്തപ്പായ ഉണ്ടല്ലേ? ഇത് കൊള്ളാമല്ലേ ഈ ഒരു. ഈ മെത്തപ്പായ എങ്ങനെ വരും? 3000 രൂപ വിലയാണ്. 3000 രൂപയല്ലേ മെത്തപ്പ? പക്ഷെ നല്ല സാധനമാണ് അത്. നല്ല സാധനമാണ്. ഇതിനകത്ത് കിടന്ന തണ്ടൽ വേദന, വാതത്തിന്റെ അസുഖം. മെത്തപ്പായ ഒന്ന് കാണിച്ചു വിടുക. മെത്തപ്പ കാണിച്ചു തരാൻ. ഞാൻ പറഞ്ഞു പിടിച്ചു. ഈ കാണുന്നതാണ് മെത്തപ്പ കേട്ടാ. വെച്ചാൽ മെത്ത കണക്കിരിക്കും ഈ ഒരു സംഭവം. കണ്ടില്ല ഇങ്ങനെ ഞെക്കുമ്പോൾ നമുക്ക് ഇത് തറയിലൊക്കെ ഇട്ട് കിടന്നാൽ ഇത് മെത്ത കണക്കിരിക്കും. മെത്തപ്പ എന്നാണ് പറയുന്നത്. മെത്തപ്പ. ഇതിനകത്ത് കടന്നു കഴിഞ്ഞാൽ തണ്ടൽ വേദന, വാതത്തിന്റെ അസുഖം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിട്ടുമാറും. അത് എന്ന് പറഞ്ഞാൽ ഒരു പായല്ല, 2 പായ, അകവും പുറവും 2 പായ. ഇതുണ്ടോ? അത് തുടങ്ങുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഇതിലേക്ക് കിടക്കാൻ തന്നെ ഉറക്കം നല്ല. ഇവിടെ കണ്ടില്ലേ നമ്മുടെ ഈ പണ്ടുള്ളവരൊക്കെ യൂസ് ചെയ്യുന്ന. പക്ഷെ ഇപ്പോഴും പണ്ട് യൂസ് ചെയ്യുന്നവര് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവര് വിലയല്ല നോക്കുന്നത്. അപ്പൊ നല്ലതാണെന്ന് അല്ല. ഇപ്പം ക്വാളിറ്റി ഉണ്ടെങ്കിൽ വില നോക്കൂലേ. 3000 രൂപയാണെങ്കിൽ ഇത് കിട്ടാത്തവരുണ്ട്. പൈസ കൊടുത്താലും കിട്ടാത്തൊരു ഇതുണ്ട്. നമുക്കിപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൈസ കൊടുത്താൽ പോലും കടയിൽ കിട്ടാത്തൊരു അവസ്ഥയുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പം ഇത് വാങ്ങാനായിട്ടൊക്കെ ആൾക്കാർ വരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ ഇത് വാങ്ങാനായിട്ട് ആൾക്കാർ വരുന്നു. ഇത് ഫുള്ള് ഇതിപ്പം 4 വേറെ മിക്കവാറും നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെ ഇത് തീരും. പോട്ടെ, ശരി, ഓക്കെ. ഇനിയും കാണാം. ചായക്കപ്പ്. ഇത് ചായക്കപ്പാണ് കേട്ടാ. ഒരു വെറൈറ്റി സാധനം. ഇത് എൻ്റെ വീട്ടിൽ ഇതേ കണക്കത്തെ ഒരു ഐറ്റം ഉണ്ട്. സംഭവം നല്ലതാണ്, അടിപൊളിയാണ്. ഇതിലൊക്കെ ചായ പൊടി ഒരു ക്ലാസിക് ലുക്കാണ്. ക്ലാസിക് ലുക്ക് കണ്ടില്ലേ? ഇത് എത്ര രൂപയാണ്? ക്ലാസിക് ലുക്ക് എന്നാണ് പറയുന്നത്, പ്ലാസ്റ്റിക് എന്നല്ല. ഇത് എത്ര 70 രൂപയാണ് കേട്ടോ. ഞാനെങ്കിൽ ലുലുവിലൊക്കെ പോയപ്പോൾ ഇങ്ങനത്തെ സംഭവം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കൈവച്ചുണ്ടാക്കിയ നാടൻ സാധനമാണ്. 70 രൂപയുള്ളൂ. അമ്മയുടെ പേരൊന്ന് പറയാമോ? സരസമ്മ. എവിടെയാ സ്ഥലം? എവിടെ? കിളിമാനൂര്. അവിടെ നിന്നാണ് ഇതൊക്കെ ആയിട്ട് വന്നത്. അപ്പൊ ഇത് ഫുള്ള് കച്ചവടമായി പോട്ട് കേട്ടോ. എല്ലാം നല്ല അടിപൊളി ഐറ്റംസ് എല്ലാം ഉണ്ട്. ചേട്ടാ പേരെങ്ങനെ? ബാബു. അമ്മയുടെ പേര് ശ്യാമള. അത് എവിടെ? നെടുങ്ങോലം. എല്ലാ കൊല്ലവും ഉള്ളതാണല്ലേ? മുമ്പ് വന്നാൽ കരഞ്ഞിട്ട് പോണ്ടി വരത്തില്ല. എല്ലാവർക്കും ഉള്ളയും വിറ്റ് തീരും. സന്തോഷമായ എല്ലാവരും. അതിലൊരാള് കഴിച്ചോണ്ടിരിക്കുന്നു കേട്ടോ. നമ്മള് വീഡിയോ എടുക്കുന്നുണ്ട്. അത് താത്ത് വെച്ച. അമ്മയുടെ പേരെങ്ങനെയാണ്? പേര് ലീല. സ്ഥലം എവിടെയാണ്? വെഞ്ഞാറമൂട്. ഇത് ആദ്യമായിട്ടാണോ അതോ? അല്ലല്ല, 2-3 വർഷം കൊണ്ട് വരുന്നതിന്. അപ്പൊ ഇതെല്ലാം കച്ചവടമായി പൊട്ടേട്ടാ. ഫുഡ് കഴിച്ചു. നമ്മൾ ശല്യപ്പെടുന്നില്ല. കഴിച്ചു പരിചയപ്പെടാം നമുക്ക്. ഈ ഒരു ഏരിയയിൽ നിൽക്കുന്ന സ്പേസിൽ ലാസ്റ്റ് കാണുന്ന കടയാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഈ മൊറോക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഈ മൊറോക്ക് എങ്ങനെയാണ് വില? 250 രൂപ. 250 എന്ന് വെച്ചാൽ കൈവച്ചോ. ഇപ്പം ഈ സാധനമൊന്നും അങ്ങനെ നമുക്ക് പുറത്ത് കിട്ടാനില്ല. അതാണ്. പൂക്കൂട ഉണ്ട് കേട്ടോ. പൂക്കൂട നമുക്ക് അങ്ങനെ പുറത്തുനിന്ന് വാങ്ങാൻ പറ്റാത്ത കുറേ സംഭവങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഈ തോട്ട അങ്ങനത്തെ ഐറ്റംസ് ഇതേപോലത്തെ ഇതൊന്നും നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിലും അങ്ങനെയൊന്നും പോയാൽ കിട്ടത്തില്ല. എങ്ങനെ ഈ ഇവിടുത്തെ കച്ചവടത്തിനെ പറ്റി പണ്ടൊക്കെ ഇവിടെ കച്ചവടം പറ്റി എല്ലാം നല്ല തിരക്കല്ലേ ഇവിടെ മൊത്തത്തിൽ. അപ്പോൾ ഇത്തവണ അതിലും കൂടുതൽ തിരക്കായിരിക്കും കേട്ടോ. ഇത് ഫുള്ള് നേരത്തെ കച്ചവടമായി പോട്ട്. പണ്ടത്തെ നമുക്കൊക്കെ അറിയാം, നമ്മളിവിടെ ഉള്ളല്ലേ. അപ്പോൾ എല്ലാം നല്ല രീതിക്ക് നടക്കട്ടെ. പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ ഫുഡ് കഴിച്ച ആഹാരമൊക്കെ കഴിച്ച കാപ്പി കുടിച്ചു ഒറ്റയ്ക്കേ ഉള്ള? അപ്പോൾ ഏതായാലും മീനഭരണി വരെ നമ്മൾ ഇവിടുത്തെ ഒരു വീഡിയോയും കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ചെയ്തൊന്ന് ഇതൊക്കെ കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇറ്റ്സ് മീ സുഹേഷ് സുമാൻ സൈനിങ് ഓഫ്.